ഹായ് ഓൾ, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് അടുക്കളത്തോട്ടത്തിൻ്റെ ചെറിയ ചെറിയ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. നിറയെ കായ്കൾ വരുവാനും നല്ല പച്ചപ്പോടെ ചെടികൾ നിൽക്കാനും ഞാൻ എന്തൊക്കെയാണ് എൻ്റെ അടുക്കളത്തോട്ടത്തിൽ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഇതൊരു കാന്താരി മുളക് അല്ലെങ്കിൽ ചീനിമുളക് എന്ന് പറയുന്നത് നിറയെ കാന്താരിയാണ്. ഇതിങ്ങനെ ഉണ്ടാവണമെങ്കിൽ നമ്മളതിന് പ്രത്യേകം വളം കൊടുക്കണം. കാശ് കൊടുത്തൊന്നും വാങ്ങണ്ട, നമ്മുടെ വീട്ടിൽ തന്നെയുള്ള വളങ്ങളാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അത് എന്താണെന്ന് നോക്കാം. അതിനു മുമ്പ് ഞാനൊരു കാര്യം പറയട്ടെ. വളരെ കുറച്ച് സ്ഥലമേ ഉള്ളേലും എനിക്ക് നടക്കാൻ സ്ഥലമില്ല മുറ്റത്തൂടെ, എങ്കിൽ പോലും ഞാൻ അതിലെല്ലാം ചെടികൾ സൈഡിൽ വെച്ചിരിക്കുകയാണ്. ഇതാണ് അതിൻ്റെ ഒരു സീക്രട്ട് വളമെന്ന് പറയുന്നത്. നമ്മുടെ അടുക്കളയിൽ നിന്ന് കിട്ടുന്ന വേസ്റ്റുകളെല്ലാം ഒരു ബിന്നിനകത്ത് ഒരു ബക്കറ്റിലിട്ടിട്ട് അടച്ചു വയ്ക്കും. മണം അടിക്കാതിരിക്കാൻ അതിലിടാൻ ഒരു പൊടി കടയിൽ കിട്ടും. അതാണ് കമ്പോസ്റ്റ് ആക്സിലറേറ്റർ. ഇത് എല്ലാ കടകളിലും ഇപ്പം ലഭിക്കും. ഇനി എവിടെ കിട്ടുമെന്ന് ഓർത്ത് പേടിക്കേണ്ട. ഇത് നമ്മുടെ വേസ്റ്റിനെ വേഗം കമ്പോസ്റ്റ് ആക്കാനും മണം അടിക്കാതിരിക്കാനും സഹായിക്കും. അപ്പോൾ പിന്നെ ഈ വേസ്റ്റെല്ലാം നമുക്ക് വേഗത്തിൽ കമ്പോസ്റ്റ് ആക്കാമല്ലോ. അതും എളുപ്പമായില്ലേ. ഈ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരാഴ്ച കഴിയുമ്പോഴേക്ക് അതിൻ്റെ സ്ലറി വരും. ഇത് ആദ്യം ഫസ്റ്റ് വളം ആകുന്നതിന് മുമ്പേ ഇത് ഞാൻ ഊറ്റി ആ പൈപ്പ് തുറന്നിട്ട് എടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ കൂടെ ഒരു 3-4 ഇരട്ടി വെള്ളം കൂടെ ഒഴിച്ച് ഡയലൂട്ട് ചെയ്താണ് ചെടിക്ക് ഒഴിക്കുന്നത്. ഡയലൂട്ട് ചെയ്യാതെ ഒഴിച്ചു കഴിഞ്ഞാൽ ചെടിയൊക്കെ വാടിപ്പോകും. ചെടിയുടെ ചുവട്ടിലും ഇലകളിലും ഒക്കെ ഒഴിച്ചു കൊടുക്കുക. നമ്മൾ അതിനകത്തൊരു 3 ഇരട്ടി വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഈ വെള്ളമാണ് ഒരു വളപ്രയോഗമായിട്ട് നമ്മൾ ചെടിക്ക് കൊടുക്കുന്നത്. ഇത് ഇലയിൽ ഒഴിക്കാം, ചെടിയുടെ ഇലയിൽ ഒഴിച്ചാലും ഒരു കുഴപ്പമില്ല. അപ്പം ഞാൻ എല്ലാവരോടും, എല്ലാ വീട്ടമ്മമാരോടും പറയുന്നത്, സ്ഥലമില്ല എന്ന് പറഞ്ഞ് മടിച്ചിരിക്കുന്നവരോട് ഒരു ചെടി, എല്ലാം കൂടെ ഒരുമിച്ച് നടണ്ട, ഒരു ചെടി, അതായത് ഒരു വറ്റൽമുളക് എടുക്കുമ്പോൾ അതിൻ്റെ ഒരു സീഡ് എടുത്തിട്ട് ഒന്ന് നട്ട് നോക്കുക. അതൊന്ന് വളർന്നു വരുമ്പോൾ അതിലെ പൂവിടുമ്പോൾ നമുക്ക് എന്തോരം സന്തോഷം കിട്ടുന്നതെന്നറിയോ. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് അടുത്ത ചെടി നട്ടാൽ മതി. ഇത് എൻ്റെ ഒരു ചാമ്പയാണ്. ഇഷ്ടംപോലെ കായ ഉണ്ടാകുന്നതാണ്. ഇത് ഉമ്മർ ചാമ്പ, അതൊരിനം ചാമ്പയാണ്. ഇതിനിടുന്ന വളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ വേസ്റ്റ് ബിന്നിൽ നിന്ന് അത് വളമാകുന്ന കമ്പോസ്റ്റ് വളവും പിന്നെ അതിൻ്റെ ചുവട്ടിൽ തന്നെ വീഴുന്ന ഇലകളെല്ലാം വാരി അതിലോട്ട് ഇട്ട് കൊടുക്കും. കണ്ടോ, ഉമ്മർ ചാമ്പ. ഇതൊരു ഇനം ചാമ്പയാണ്. അത്യാവശ്യം മധുരവും വലുപ്പവും ഒക്കെ ഉള്ള ഒരു ചാമ്പയ്ക്കയാണ് ഇതിൽ ഉണ്ടാകുന്നത്. പിന്നെ നമ്മൾ ഈ സ്ലറി ഒഴിച്ച് കൊടുക്കും. പിന്നെ ചാണകപ്പൊടി ഇടും. പിന്നെ നമ്മുടെ ജൈവവളങ്ങൾ, എല്ലുപൊടി, ചാണകപ്പൊടി, വേപ്പിൻ പിണ്ണാക്ക്, ഇതൊക്കെ വാങ്ങി ഇടയ്ക്കിടും. ഇതൊരു മരമാകേണ്ടതല്ലേ, അപ്പോൾ അതിനതൊക്കെ വളം അതിന് വേണമല്ലോ. അതുകൊണ്ട് നമ്മൾ പിന്നെ പച്ചക്കറിയുടെ വേസ്റ്റ് ഡയറക്റ്റ് ഇട്ട് കൊടുക്കും. ഇത് ഒരു പേരയാണ്, ഇതൊരു മൾബറിയാണ്. ഇതെല്ലാം വിശദമായിട്ട് കാണിക്കാം. എല്ലാം കൂടെ കാണിച്ചാൽ ലോങ് ആയി പോകും വീഡിയോ. അതുകൊണ്ടൊന്ന് ഓടിച്ചിട്ട് കാണിക്കും. ഇതിനെല്ലാം ഈ വളപ്രയോഗം തന്നെയാണ്. നോക്കിക്കുക, ഇതിൻ്റെ ചുവട്ടിലെല്ലാം നമ്മൾ കരിയിലകൾ ഇട്ടിരിക്കുകയാണ്. പിന്നെ കുറച്ച് അടുക്കളയിൽ നിന്നുള്ള ഡയറക്റ്റ് വേസ്റ്റ് ഇട്ട് കൊടുക്കും. ഇനി നമുക്ക് നമ്മുടെ കറിവേപ്പ് നോക്കാം. അതിന് ഞാൻ പഴത്തൊലി, മുട്ടത്തോട്, ഉള്ളിത്തൊലി, പിന്നെ കുറച്ച് കഞ്ഞിവെള്ളം, ഇതെല്ലാം കൂടെ ഡയറക്റ്റ് ഇട്ട് കൊടുക്കും. നല്ലൊരു വളമാണത്. ഇട്ട് കൊടുക്കുമ്പം നിങ്ങളോർക്കും സ്മെല്ലെടുക്കില്ലേ, പുഴു വരില്ലേ എന്നൊക്കെ. നോക്കിക്കേ, തളിർത്ത് നിൽക്കുന്നത് കണ്ടോ. മഴയായിട്ട് ഇലയെല്ലാം ഒന്ന് പോയിട്ട് നിൽക്കുകയാണ്. അപ്പം ഇനി ഇല തളിർത്ത് വരുമ്പോഴത്തേന് ഇഷ്ടം പോലെ കരിയാപ്പില, അതും ഞാൻ ബക്കറ്റിലാണ് വെച്ചിരിക്കുന്നത്. ഇങ്ങനെ ആ വെള്ളവും കഞ്ഞിവെള്ളം ഇതെല്ലാം, പിന്നെ മീൻ കഴുകുന്ന വെള്ളം, ഇതൊക്കെ ഇട്ട് കൊടുക്കും ഇതിന്. ഇനി ഈ വേസ്റ്റ് എല്ലാം കൂടി ഇട്ടിട്ട് ഇതൊന്ന് കുത്തി ഒന്ന് താത്തു കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ മണ്ണിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് മണ്ണിനടിയിൽ കിടന്ന് അത് വളമായിട്ട് ആ ബക്കറ്റിൽ തന്നെ ആ കരിയാപ്പിന് അത് ഉപയോഗിക്കാൻ കഴിയും. ഇങ്ങനെ ഡയറക്റ്റും ഇട്ട് കൊടുക്കാറുണ്ട്. നോക്കിക്കേ, ഇനി അതിൻ്റെ മുകളിൽ ഇപ്പം മഴ കഴിഞ്ഞിട്ട് ഫസ്റ്റ് വളപ്രയോഗമാണിത്. മഴയത്ത് നമ്മൾ വളമൊന്നും ഇട്ട് കൊടുത്തില്ല, കാരണം അതെല്ലാം ബക്കറ്റിലായതുകൊണ്ട് ഒലിച്ച് അങ്ങ് താഴോട്ട് പോകും. ഇനി അതിനകത്ത് മണ്ണിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് നിരപ്പാക്കി കൊടുക്കാം. എന്നിട്ട് ആ സ്ലറി വെള്ളം കൂടെ ഒഴിക്കുമ്പോൾ ആളൊന്ന് ഉഷാറാവും. 2 ദിവസം കഴിയുമ്പോൾ നല്ലൊരു, ഇപ്പം തന്നെ അത്യാവശ്യം അതിൽ ആ ബക്കറ്റിൽ നിൽക്കുന്നതിൻ്റെ ഒരു വലുപ്പമുണ്ട്. ഇത് ചാക്കിനകത്തൊരു നമ്മുടെ ചീമച്ചേമ്പ്, വലിയ ചേമ്പുണ്ടല്ലോ, അത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ചാക്കോ ഒരു സഞ്ചിയോ എന്തുണ്ടെങ്കിലും നമുക്ക് ചെടികൾ നടാമെന്ന് മനസ്സിലായല്ലോ. ഇതെല്ലാം കൂടെ ഒരുമിച്ച് നട്ട് കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര മടുപ്പായിപ്പം. ദിവസവും ഓരോ ചെടികൾ നട്ട് നോക്കുക. ഇത് നമ്മുടെ കുറ്റി കുരുമുളകാണ്.
ഇഷ്ടം പോലെ. ഇപ്പോൾ കാണുമ്പോൾ നിങ്ങൾ ഇലയൊക്കെ അങ്ങനെ നിൽക്കുന്നത് മഴയത്ത് നിന്നതുകൊണ്ടാണ്. ഇനി വെയിലൊക്കെ ഉറച്ച് കഴിയുമ്പോൾ ഇത് നല്ല പച്ചപ്പാവും, നിറയെ കുരുമുളകാണ്. ഇപ്പം തന്നെ മഴയത്ത് തന്നെ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. ഇലയുടെ അത്രയും തന്നെ കുരുമുളക് അതിലുണ്ട്. നിങ്ങൾക്ക് വീഡിയോയിൽ കാണാമോ എന്നറിയില്ല, കാട്ടിത്തരം. കണ്ടോ, ഇതെല്ലാം അതിൻ്റെ തിരിയാണ്. ഇപ്പം 2 വർഷത്തോളമായി 3-4-5 തവണയോളം ഞാൻ ഇതിൽ നിന്ന് കുരുമുളക് എടുത്തിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ ആവശ്യമായിട്ടുള്ള കുരുമുളകെല്ലാം ഈ 2 ചട്ടിയിൽ നിന്നും, പിന്നെ ഒരു മരത്തിൽ ഒരു കുരുമുളക് കുറ്റിക്കുരുമുളകല്ല, വള്ളിക്കുരുമുളക്, അതും പടർത്തിയിട്ടുണ്ട്. അതിൽ നിന്നും കിട്ടുന്നതാണ് ഞാൻ ഇപ്പോൾ വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ കാന്താരി, മുളക്, കറിവേപ്പില, ഇതൊക്കെ ഞാൻ, തക്കാളിയും പയറ് എല്ലാം ഉണ്ടായിരുന്നു. ഇപ്പം മഴ ആയതുകൊണ്ട് അതൊക്കെ ഒന്ന് പോയി നിൽക്കുകയാണ്. ഇനി അതെല്ലാം തുടങ്ങണം. അപ്പം നിങ്ങൾക്ക് കൃഷി, അതായത് അടുക്കളത്തോട്ടത്തെക്കുറിച്ച് കൂടുതൽ ഇഷ്ടമുണ്ടെങ്കിൽ കമൻ്റ് ഇടുക. ഇതിനെ തുടർന്ന് വീഡിയോകൾ ഇടുന്നതായിരിക്കും. അപ്പോൾ ശരി, എന്തായാലും ഈ വീഡിയോ ഒരു ഇൻസ്പിറേഷൻ ആകട്ടെ. ഇന്ന് തന്നെ ഒരു ചട്ടിയിലോ ഒരു കവറിലോ ഒരു ചെടി നട്ടു നോക്കുക. നിങ്ങൾക്ക് സന്തോഷം അതിൽ നിന്ന് കിട്ടും ഉറപ്പായിട്ടും. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണും വരെ എല്ലാവർക്കും നന്ദി. പിന്നെ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക.